രാവിലെ ഞങ്ങൾ തോട്ടത്ത് പോവാണ്. ഗുണ്ടുണ്ട്. ഗുണ്ടുവായിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് ഒന്നിന് പോവാൻ ആൾ നിൽക്കുമ്പോഴായിരുന്നു ഓടെ ഒരു അത്ഭുതം. ആൾ ഓടിച്ചാടി എൻ്റെ കയറും വെട്ടിച്ച് ഓടി എത്തിയത് നമ്മുടെ ശാന്താമ്മാമയാണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ശാന്താമ്മാമയുടെ അകത്ത് വേറൊരാളുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അമ്മാമ്മയായിരുന്നു. നീ വിചാരിച്ചു, പക്ഷേ കറക്റ്റ് അവൻ അറിയായിരുന്നു അതിനകത്ത്. അവിടെയും മൂത്രമൊഴിച്ചിട്ട് ഗൈസ്. കാരണം അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിലും ആള് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അവന്റെ സ്ഥലവും വീടുമാണെന്ന് അവൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഒരേ സ്മെല്ല് വന്നു, എൻ്റെ അമ്മ അതിനകത്തുണ്ടെന്നുള്ള രീതിയിൽ ഓടി. അല്ലെങ്കിൽ ഇത്രത്തോളം ഓടില്ല. പിന്നെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കഴിക്കത്തില്ലായിരുന്നേ. പിന്നെ മാമി കൊടുത്തിട്ട് കഴിക്കില്ല, അമ്മ കൊടുത്തപ്പോഴേ കഴിച്ചു. അമ്മാവ കൊടുത്തപ്പോ കഴിച്ചപ്പോ അവർക്ക് കൊള്ളാല്ല ഇവ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ വളർത്തിയിരിക്കുന്നത്, വെളിയിലുള്ള ആരെയൊന്നും വാങ്ങി കഴിക്കല്ലേ എന്ന്. പിന്നെ കഴിക്കടാന്നൊക്കെ പറഞ്ഞപ്പം കഴിച്ചു. അവർക്ക് ഭയങ്കര സങ്കടമായി, ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കഴിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അകത്ത് മാമനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമനെയും പോയി കണ്ട് അവൻ ബിസ്ക്കറ്റും കഴിച്ച് അവരുടെ കൂടെ അമ്മൂമ്മമാരുടെ കൂടെ നിപ്പായിരുന്നു ആള് കുറച്ചു നേരം. വരാനൊന്നും വയ്യ. പിന്നെ അമ്മ ഇവിടെ കാണാൻ കാര്യം, എൻ്റെ അച്ചാമ്മയുടെ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം 1 വർഷമായി മരിച്ചിട്ട്. ഇന്നലെ കഴിഞ്ഞതുപോലെയാണ്. അപ്പോൾ 1ാം വാർഷികമാണ്. അപ്പോൾ അമ്മ ഇവിടെ തൊട്ടുവരികയാണ്. എൻ്റെ വല്യമ്മേരെ വീട്ടിൻ്റെ ആണിത്. 1ാം ചരമ വാർഷികമായിരുന്നു. വല്യമ്മയുടെ വീട്ടിലല്ല, എൻ്റെ വല്യമ്മയുടെ വീട്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ പാലെടുക്കാൻ ഉണ്ടായിരുന്നു. പാലെടുത്തിട്ട് ഇനി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ പാല് കുറച്ചു നേരം ഞാനും അമ്മയും കാര്യം പറഞ്ഞ് ഫുള്ള് പാലും എടുത്ത് തീർത്തു. എനിക്ക് അമ്മ കുറച്ച് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതുകൊണ്ട്. അതിനാണ് അമ്മ ഇവിടെ വന്നത്. ഞാൻ വന്നപ്പോൾ കുറച്ച് പാല് ഞാൻ എന്നെ കൊണ്ട് പറ്റണ എടുത്തിട്ടുണ്ട്. ഇതാ അമ്മമ്മയുടെ കുഴിക്കരയിൽ രാവിലത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പോയതാണ്. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പാലെടുക്കുന്ന വഴി കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഗുണ്ടു അവിടെ കുഴിയായി, തോണ്ടലായി, കൂലിപ്പണി രാജൻ്റെ പരിപാടികളായിരുന്നു അവിടെ. പിന്നെ ആള് കുഴിച്ചിട്ട് എന്തിനാ ഞാൻ കുറേ നേരം നോക്കി. അപ്പോഴാണ് മനസ്സിലായി അവന് തണുപ്പ് കിട്ടാൻ വേണ്ടി കുഴിച്ച് ഒരു കുഴി എടുത്ത് ഇങ്ങനെ കിടക്കാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഇവിടെ തോട്ടത്ത് പറമ്പിലൊന്നും പോവില്ല, ഞാനും അവനും സെറ്റാണ്. എനിക്ക് വയ്യാണ്ടായി ഗൈസ്. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി, അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, കൂടിയിടാം. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഞാൻ പോയി കേട്ടോ, വീട്ടിൽ പോയി അവനെ കൊണ്ടുവന്ന് ഇവിടെ. ഞാൻ നേരെ വലിയമ്മയുടെ വീട്ടിലും പോയി. പിന്നെ ഞാൻ ഫുഡ് ആദ്യമേ കഴിച്ചായിരുന്നു. പിന്നെ അമ്മയൊക്കെ വന്നു, അമ്മാമ്മയും ഒക്കെ ഒരുമിച്ചിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ വിളമ്പലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. പിന്നെ ഇതാ ഗുണ്ടു ഇവിടെ. ഇത് നേരെ ടോയ്സ് ഇടാവുന്നതേ ഉള്ളൂ അവൻ്റെ ഫുഡ് കഴിക്കല്. ഇങ്ങോട്ട് വാ, ചോറ് കഴിക്കാൻ വാ. ഇല്ലടാ, ഓടിക്കളയല്ലേ. ഇരുന്ന് കഴിച്ചത്. എനിക്ക് കിടന്ന് ഓടാനൊന്നും വയ്യ, അവിടെ ഇരുന്നോണം. ഇനി കഴിക്കരുത്. എൻ്റെ ബാക്കെ ഓടാനൊന്നും വയ്യ എനിക്ക്. ഇതാണ് ഗായ്സ് നിങ്ങൾ കാണുന്ന ഗുണ്ടൂസ്. ഇവിടെ അമ്മ കുക്കിംഗ് ആണ്. എനിക്ക് ഇടയില്ല, നിന്ന് തിരിയാ ഇടയില്ല. എങ്കിലും അവൻ കാലിൻ്റെ താഴെ വന്നിരുന്നു. എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ലെങ്കിൽ, ആളില്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അമ്മ ഇവിടെ കുക്കിംഗ് ആണ്. കണ്ടോ ഗുണ്ടുവേ,
അവന് കേട്ടോ ഇതേപോലെ വരെ കൈയൊക്കെ പയ്യൊക്കെ ചവിട്ടും, എന്നാലും അനങ്ങാതെ കടന്നോളും. എന്തിനാണ് ഇവിടെ? അവന് എന്തോ കപ്പല് പറഞ്ഞു കിടക്കണത് എൻ്റെ അടുത്ത് വന്നിരുന്നുണ്ട്. ഉണ്ടപ്പാ. ഇതാണ് ഗൈസ്, ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ എന്താ ഉണ്ടാക്കുന്നേ? മുട്ടക്കറിയും ദോശയും. ഓക്കെ ഗൈസ്, ബേബി അമ്മ ഇവിടെ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചങ്ങോട്ട് മാറി അമ്മയ്ക്ക് ശരിയാവണ്ടെന്ന് കുറച്ചങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട് ആള്. അമ്മ ഇവിടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങണം. അമ്മ ഇവിടെ മുട്ടക്കറി റെഡിയാക്കി, ഗുണ്ടു ഇവിടെ മാറിക്കിടന്നു. ഇത് ഇവിടെ നിന്നാണ് ആൾ ഇപ്പുറത്തോട്ട് ചാടിയത്. ഇവിടെ അമ്മയെ കാണാതെ ഒരു നേരം അവനിരിക്കാൻ പറ്റൂല, അല്ലേടാ? പാചകം ചെയ്യണമെങ്കിൽ അമ്മയുടെ കാലിൻ്റെ താഴെ. ഇവിടെ വേറെ ആരോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഇന്നലെ 8 രൂപയ്ക്ക് മല്ലിച്ചെപ്പ് മേടിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിച്ചെപ്പ്, എല്ലാ ഇങ്ങനെ കറികളിലും ഒക്കെ ഇടാനായിട്ട്. അതിൻ്റെ ഷോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ പുറത്ത് ഇതാ ഇന്നത്തെ ലഞ്ച് ഇതാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഇന്നലെ. എനിക്ക് ചുമയും അമ്മയ്ക്കും എനിക്കും ഒക്കെ വയ്യായിരുന്നു. അല്ലേ ഗൈസ്, വന്നതാ. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഭയങ്കര നാണക്കേടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഞാൻ എന്തിനാ നാണിക്കുന്നത്? പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ടോ, ഞാൻ എൻ്റെ മല്ലിച്ചപ്പും മറ്റു സാധനങ്ങളും ഒക്കെ മേടിച്ചു. പിന്നെ നമ്മൾ പുറത്തു പോയി ദോശയും ബീഫും ഒക്കെ കഴിച്ചു. ഇത് അത്ര പോരായിരുന്നു ഗൈസ്. നമ്മൾ എന്നും കഴിക്കുന്ന സ്ഥലത്തല്ല കഴിച്ചത്. ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഗുണ്ടുവിന്റെ പങ്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു പെറോട്ട വാങ്ങിച്ചോണ്ട് കൊടുത്തു. അവൻ കഴിച്ചോണ്ടിരിക്കണ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഞാൻ അങ്ങനെ അറിയാണ്ട് വീഡിയോ എടുത്തെടുത്ത് അങ്ങ് ഇരുന്നു പോയി. കാരണം അവന്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ, ഊഫ് എന്താ ചന്തം, എന്താ ഗ്ലാമർ. അങ്ങനെ അവന്റെ അല്ല ഇത് വേറെ ഒരെണ്ണം വല്ലപ്പോഴും ഒരിക്കലാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് പോയി വാങ്ങിച്ചോണ്ടല്ലേ, സ്ഥിരമല്ലല്ലോ. ഇനി അമ്മ എവിടെ പോവോ അമ്മേരെ ബേക്കേ നടക്കും, നോക്കിക്കൊണ്ടോ തിരിഞ്ഞു നടക്കും. ഞാൻ നിൽക്കുമെങ്കിൽ അവിടെ ഇരിക്കും ഉടനെ. പെട്ടെന്ന് ഇനി അവ അവിടെ ഇരിക്കും. ഇനി തന്നോളൂ അമ്മ, ഇത് എവിടെയാണ് എനിക്ക് പോയത്? അങ്ങനെ ഇനി അവന് കൊടുക്കണം. എന്ത് സാധനവും അവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് കാണിക്കും, അപ്പൊ നമ്മൾ കൊടുക്കണം. അവൻ ചേട്ടൻ വന്നുടനെ കുറേ നേരം ചേട്ടൻ്റെ കൂടെയുള്ള കുസ്തിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ വൈകുന്നേരത്തെ ചായ കൂടി ടൈമാണ്. അപ്പം പഴംപൊരിയും ചായയുമായിരുന്നു. അപ്പം അവളാണെങ്കിൽ അതിൻ്റെ തൊലി ഉരിച്ച് എന്ന് വെച്ചാൽ പഴത്തിൻ്റെ പലഹാരം എടുത്ത് ഗുണ്ടുവിന് കൊടുക്കുന്നുണ്ട്. ഇവനെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ അടി കൂടി ഒളിഞ്ഞു വരും. കാരണം ഇങ്ങനെ വന്നാലേ കിട്ടുള്ളൂ, നേരെ കൈയിൻ്റെ അടുത്തോട്ട് എത്തണമല്ലോ. അപ്പം മധുരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരിച്ചിരി തോടെടുത്ത് കൊടുത്തതാണ് പലഹാരത്തിൻ്റെ. എന്നിട്ട് അവൾ കാല് നീക്കി കൊടുക്കണം. അവിടെ വന്ന് കാലിലൊക്കെ നക്കും, മാറ് എൻ്റെ കാലെടുത്തോട്ട് മാറ്റി, എനിക്ക് തല വെക്കാനുള്ളയാ. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി. ഇത് മരിക്കുന്നതിന് ഒരു 3 മാസം മുമ്പേ എടുത്തതായിരുന്നു. 1 വർഷം പോയത് അറിഞ്ഞില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ ഉള്ളതുപോലെയാണ് അല്ലേടി. നമുക്ക് മരിച്ചെന്നുള്ളൊരു ഫീലില്ല അവിടെ. അതുകൊണ്ടാണ് ഒരു വിഷമമൊന്നും അത്ര ഇല്ല. കാരണം അമ്മച്ചമ്മ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ എപ്പോഴും. അതുകൊണ്ട് വലിയായിട്ട് എനിക്ക് എന്തോ പറയാനാ, ഞാൻ എന്തായാലും നമ്മൾ ഒരുപാട് മിസ് ചെയ്യും അമ്മച്ചമ്മേനെ. കാരണം ഇടയ്ക്ക് ആ വഴി പോകുമ്പോഴായാലും എപ്പോഴും അങ്ങോട്ട് എപ്പോഴും ആളവിടെ കാണും, വിളിക്കും, വരാന്തയിൽ ഇതുപോലെ ഇരിക്കും, മക്കളെ കയറുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.